ഭവനത്തിന്റെ അലങ്കാരം എന്താണ്? ഒരു ഭവനം നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ ഭവനത്തിന്റെ അലങ്കാരം എന്താണെന്നറിയുമോ? ഒരു വീടിന്റെ അലങ്കാരം എന്താണെന്നറിയുമോ? ഒരു വീടിന്റെ അലങ്കാരം എന്താണ് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒരു വീടിന്റെ അലങ്കാരം എന്തെന്ന് പറയാൻ പറ്റുമോ? ഒരു വീടിന്റെ അലങ്കാരമാണ് ആ വീടിന്റെ അകത്തിരുന്ന് പ്രിയപ്പെട്ടവും ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു വീടിന്റെ അലങ്കാരം എന്ന് പറയുന്നത് ആ വീട്ടിലെ കുഞ്ഞോമന മക്കളാണ്. അല്ലാഹുവേ, വീടിന്റെ മുമ്പിൽ ഓടിക്കെടുക്കുന്ന മക്കള്, വാപ്പച്ചാന്ന് വിളിച്ചോടി വരുന്ന മക്കൾ, ഉമ്മച്ചാന്ന് വിളിച്ചോടി വരുന്ന മക്കള്, കരയുന്ന മക്കള്, ചിരിക്കുന്ന മക്കള്, ഓടുന്ന മക്കള്, ചാടുന്ന മക്കള്, അത് വീടിന്റെ അലങ്കാരമാണ്, വീടിന്റെ സന്തോഷമാണ്, വീടിന്റെ സൗഗന്ധികമാണ്, വീടിന്റെ സൗഭാഗ്യമാണ്. പക്ഷേ എത്രയോ ആളുകളുണ്ട് മക്കളില്ലാത്തവര്. അല്ലാഹുവേ, വെളിയങ്കോട് ഉമർ ഖാദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇന്നലത്തെ പോലെ അതിലൂടെ സർവ് പോയാ വെളിയങ്കോട് ഉമർ ഖാദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഗുരുത്വവും പൊരുത്തവും കൊണ്ട് പരമാധികാരിയായ അല്ലാഹുവേ, ഈ പാരാവാരം പോലെ എണ്ണിയാറൊടുങ്ങാതെ പരന്നു കിടക്കുന്ന വെളിയങ്കോടിന്റെ സ്വർഗീയ ആരാമത്തെ അത്ഭുതപ്പെടുത്തി പോയ ഈ അനുഗ്രഹീതമായ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ടല്ല, മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാ. രണ്ടു വഴി ഞാൻ പറഞ്ഞു തരാ, രണ്ടു മാർഗം ഞാൻ പറഞ്ഞു തരാ. ഈ സദസ്സിൽ മക്കളില്ലാത്തവരുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാ. രണ്ട് മനോഹരമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാൻ പോവാണ്. അൻസാരിയാർ ഒരു പ്രിയപ്പെട്ട സഹാബി ആരംഭ റസൂലിന്റെ ഹളറത്തിൽ വന്നിട്ട് പറഞ്ഞതാ, യാ റസൂലല്ലാഹ്, ജീവിതം വല്ലാത്ത സന്തോഷമാണ്, പക്ഷെ എന്റെ വീട് വല്ലാതെ മൂകതയിലാണ്, എന്റെ വീടിന്റെ അകത്ത് വല്ലാത്ത സന്തോഷമില്ല നബിയെ, സന്തോഷമില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചത് കാരണം, നിന്റെ വീടിന്റെ അകത്ത് സന്തോഷമുണ്ടാകാതിരിക്കാൻ കാരണമെന്ത്? ആ പ്രിയപ്പെട്ട സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് മക്കളില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, രണ്ട് മാർഗം ഞാൻ പറഞ്ഞു തരാ, മക്കളുണ്ടാകാൻ നിനക്ക് രണ്ട് മാർഗം ഞാൻ പറഞ്ഞു തരാ. നിന്റെ ഭവനത്തിന്റെ അകത്ത് മക്കളോട് കളിക്കാ, നിന്റെ ഭവനത്തിന്റെ അകത്ത് മക്കളൊരു അലങ്കാരമായി വരാ. രണ്ട് മാർഗം ഞാൻ പറഞ്ഞു തരാ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരു വീടിന്റെ അലങ്കാരമാണ്, വീടിന്റെ സന്തോഷമാണ്, വീടിന്റെ സുഗന്ധമായ ആ മക്കളുണ്ടാകാൻ വേണ്ടി രണ്ട് വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ആ വഴി ഈ വഴിയെന്നോട് വന്ന പ്രിയപ്പെട്ട ഇക്കമാരോട് ഞാൻ പറയുകയാ, അൽഹംദുലില്ലാഹ്, ഇന്നത്തെ രാത്രി മുതൽ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാം. അതിലൊന്നാമത്തെ വഴി എന്തെന്നറിയോ? സഹാബികൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ആ രണ്ട് വഴി പറഞ്ഞു കൊടുത്തതിന് ശേഷം 9 ആൺമക്കളെയാണ് ആ പ്രിയപ്പെട്ട സഹാബിയുടെ ഭാര്യ പ്രസവിച്ചതെന്ന് സ്വഹീഹായ ഹദീസാണ്. 9 ആൺമക്കളെയാ പ്രസവിച്ചത്. ചികിത്സിച്ചിട്ട് നിരാശപ്പെട്ടു പോയവര്, ഒരുപാട് നേർച്ച നേർന്നിട്ട് നിരാശപ്പെട്ടു പോയവര്, ഒരുപാട് ആ ജീവിതത്തിൽ നിരാശപ്പെട്ടു പോയവര് ഓർമ്മപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ റസൂൽ രണ്ട് മരുന്നാണ് അൻസാരികൾപ്പെട്ട സഹാബിക്ക് പറഞ്ഞു കൊടുത്തത്. അതിലൊന്നാമത്തെ എന്താ? ഫക്സുറുൽ ഇസ്തിഗ്ഫാർ. ഒന്ന് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. മക്കളില്ലാത്തവർ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ടുന്ന ദിക്ർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഏറ്റവും കൂടുതൽ ഇത് ചെല്ലാം. മക്കളില്ലാത്തവർ ഏറ്റവും അധികം ചെല്ലാനുള്ള ദിക്ർ, എല്ലാ ദിക്റും മാറ്റുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം കൂടുതൽ ചെല്ലുക, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറു കൂടുതൽ ചെല്ലുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ഈ സദസ്സിൽ വന്നവർ മക്കളില്ലാത്തവരുണ്ടെങ്കിൽ ഈ ദിക്ർ നിരന്തരം പ്രാവർത്തികമാക്കുക. രണ്ട്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് വഖ്സുറു സ്വതക്ക അധികരിപ്പിക്കുക എന്നാണ്. സ്വതക്ക ചെയ്യുക, രഹസ്യമായും പരസ്യമായും നിന്റെ മുമ്പിൽ വരുന്ന സാധുക്കൾക്ക്, പാവപ്പെട്ടവർക്ക് അൽഹംദുലില്ലാഹ് അധികമായി സ്വതക്ക കൊടുക്കാൻ. ഒരു ദിവസം പോലും സ്വതക്ക ചെയ്യാത്തവനായി മക്കളില്ലാത്തവര് മാറാൻ പാടില്ല. സന്താന ഭാഗ്യം അല്ലാഹു തരാത്തവര് ഒറ്റ ദിവസം പോലും ഉണ്ടാവില്ല സ്വതക്ക ചെയ്യാത്തതായിട്ട് ചെയ്യുക. അയൽവാസികൾക്ക്, ബന്ധുക്കൾക്ക്, പള്ളിയിൽ പോകുമ്പോ കാണുന്ന ഫക്കീറന്മാർക്ക്, സിയാറത്തിന് പോകുമ്പോ കാണുന്ന പാവപ്പെട്ടവർക്ക് വെളിയങ്കോട് പാത്തി ഓടാനായി എപ്പിടിച്ചെന്നാൽ അല്ലാഹുവേ, ആ റോഡിന്റെ ഭാഗത്തും ആ മക്കാമിലേക്ക് നടന്നു പോകുന്ന വഴിയിലൊക്കെ കൈ ഇങ്ങനെ ആട്ടിയിട്ടിരിക്കുന്ന എത്രയോ സാധുക്കളാ. സുബ്ഹാനല്ലാഹ്, അവർക്കൊക്കെ നിങ്ങൾ ചെയ്യുന്ന സ്വതക്ക നിങ്ങളുടെ മക്കളുണ്ടാകുന്ന കാരണമാണ്. ഈ രണ്ട് കാരണങ്ങളോടുകൂടി അല്ലാഹു നമുക്ക് മക്കളെ തന്ന